ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടരായ അതിഥികൾ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. സി സന്തോഷ് കുമാർ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മുടെ ഭാഷയിൽ മലയാള ഭാവനയെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് അഗാധമായും സന്ത്രമായും കുറൂർ മാഷും ആതിര ടീച്ചറും പറഞ്ഞു കഴിഞ്ഞു. അത് ആവർത്തിക്കുന്നതിനേക്കാൾ രസകരമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ സന്തോഷത്തോടെ പറഞ്ഞിട്ടില്ല, എനിക്ക് എൻ്റെ വീട് പെരുമ്പാവൂരാണ്. എനിക്ക് പെരുമ്പാവൂർ അബ്ദുൾ റഷീദ് എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ പെയിൻറ്റിങ് പണിയുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് പുസ്തകങ്ങളോട് താല്പര്യമുള്ള ആളാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു, മാഷിപ്പോൾ എന്താണ് വായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വിലങ്ങോലിൽ എന്നു പേരുള്ള വീടുകൾ എന്ന സി സന്തോഷ് കുമാറിൻ്റെ കഥയാണ് ഞാൻ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഥയൊന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണിൽ PDF ആണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് PDF ഇങ്ങനെ തുറക്കുന്ന മികച്ച ഫോണല്ല ഉള്ളത്, അദ്ദേഹത്തിന് ചെറിയ നോക്കിയയുടെ ഫോണാണുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ എടുത്ത് എൻ്റെ വീട്ടിൽ വരികയും ഞാൻ അദ്ദേഹത്തെ ഈ വിലങ്ങോലിൽ എന്നു പേരുള്ള വീടുകൾ എന്ന കഥ, സി സന്തോഷ് കുമാറിൻ്റെ കഥ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ആ കഥ വായിച്ച് കേട്ടതിന് ശേഷം അദ്ദേഹം കുറേ നേരം നിശബ്ദനായി ഇരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം സാഹിത്യവുമായി ബന്ധമുള്ള ഒരാളല്ല, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളല്ല, ചെറിയ ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം ക്ലാസിക്കുകൾ വായിച്ചിട്ടില്ല. അദ്ദേഹം വളരെ കുറച്ച് കഥകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് ആകാശവാണിയിലൂടെയും മറ്റും പ്രസിദ്ധീകൃതമായിട്ടുള്ള കൃതികൾ. പിന്നീട് കേൾക്കുന്നത് സി സന്തോഷ് കുമാർ എഴുതിയ വിലങ്ങോലിൽ എന്നു പേരുള്ള വീടുകൾ എന്ന കഥ ഞാൻ വായിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അബ്ദുൾ റഷീദ് എൻ്റെ വീട്ടിൽ പണി കഴിഞ്ഞ് പോയിട്ടും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, സി സന്തോഷ് കുമാറിൻ്റെ വേറെ കഥകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ ഈ മറ്റു സന്തോഷിന് വേറൊരു കഥയുണ്ട്. ആ കഥയുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോകുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ കിഴക്കേതിലെ വീട്, മലയാളം ഓണപ്പതിപ്പിൽ ഈ അടുത്ത 2024 ഓണപ്പതിപ്പിൽ വന്ന കിഴക്കേതിലെ വീട് എന്ന കഥ ഞാൻ ഇതുപോലെ തന്നെ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചു. അദ്ദേഹം വല്ലാതെ എക്സൈറ്റഡ് ആയിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഇതെന്തൊരു കഥയാണ്, ഇയാൾ എവിടെയാണ്, ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് സന്തോഷിനെ വല്ലാതെ ആശ്ലേഷിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇന്ന് പോരാ നേരത്ത് അബ്ദുൾ റഷീദിനെ വിളിച്ചിരുന്നു. ഞാനിങ്ങനെ സി സന്തോഷ് കുമാറിൻ്റെ കാറ്റുമാളിക പ്രകാശന ചടങ്ങിലെ കുറൂർ മാഷിൻ്റെ കയ്യിൽ നിന്നാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കുറൂർ മാഷിനെ കാണാം, തൊടാം. അതുപോലെ സി സന്തോഷ് കുമാർ എന്ന് പറയുന്ന എഴുത്തുകാരനെ കാണാം, അദ്ദേഹത്തിൻ്റെ കാറ്റുമാളിക എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഒരുപക്ഷെ എഴുത്തുകാരനെ കണ്ടാൽ, അദ്ദേഹത്തോട് സംസാരിച്ചാൽ, എനിക്കിഷ്ടമില്ലാത്ത ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു നോട്ടമോ വാക്കോ പെരുമാറ്റമോ വന്നാൽ ഇതുവരെ അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന എൻ്റെ ഇഷ്ടം പോയാലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി, എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നാൽ മതി, പ്രകാശനം ചെയ്യുന്ന ഫോട്ടോ കാണിച്ചു തന്നാൽ മതി എന്നാണ്. കുറൂർ മാഷിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഈ കാറ്റുമാളിക ഞാൻ അബ്ദുൾ റഷീദിനെ സമ്മാനിക്കും. സി സന്തോഷ് കുമാർ എന്ന എഴുത്തുകാരൻ്റെ മറ്റു കഥകൾ കൂടി അദ്ദേഹം വായിക്കട്ടെ. സി സന്തോഷ് കുമാറിൻ്റെ കാറ്റുമാളിക മാത്രമല്ല, ചതുരമുല്ല എന്ന പുസ്തകവും ഇനി അദ്ദേഹം എഴുതാനിരിക്കുന്ന മുഴുവൻ കഥകളും നമ്മുടെ ഭാഷയിൽ മലയാള ഭാവനയെ അടയാളപ്പെടുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.